ഹായ് ഗായ്സ്, നമ്മളിന്നിവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്ന ടാബ്ലൂൻ്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അഡ്വാൻസ് വിഷ്വലൈസേഷനാണ്. ഡൊണറ്റ് ചാർട്ടാണ് നമ്മളിന്നിവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു എക്സൽ ഡാറ്റയാണ്. ഈ ഒരു എക്സൽ ഡാറ്റയാണ് ഞാൻ ഡൊണറ്റ് ചാർട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിൽ ഞാൻ ഡിഫറെൻറ്റ് റീജിയൻസും ഓരോ റീജിയനിൽ എത്രയെല്ലാം സെയിൽസ് ഉണ്ടെന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെയാണ് ടാബ്ലൂവിൽ വിഷ്വലൈസേഷൻ ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി നമ്മുടെ എക്സൽ ഡാറ്റേനെ ആദ്യം ടാബ്ലൂ ഡെസ്ക്ടോപ്പിലേക്ക് ലോഡ് ചെയ്യണം. സോ അതെങ്ങനെ ലോഡ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണക്റ്റിൻ്റെ താഴെ ടു എ ഫയൽസിൻ്റെ അടിയിൽ നമുക്കിവിടെ കാണാം മൈക്രോസോഫ്റ്റ് എക്സൽ, ടെക്സ്റ്റ് ഫയൽ, ജേസൺ ഫയൽ, അങ്ങനെ ഡിഫറെൻറ്റ് ഫയൽസുകൾ കാണാം. നമുക്ക് ലോഡ് ചെയ്യേണ്ടത് എക്സൽ ഫയൽ ആയതുകൊണ്ട് തന്നെ ഈ മൈക്രോസോഫ്റ്റ് എക്സലിൽ ക്ലിക്ക് ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് ലോഡ് ചെയ്യേണ്ട ടെക്സ്റ്റ് ഫയലാണെന്നുണ്ടെങ്കിൽ ഈ ടെക്സ്റ്റ് ഫയൽ ക്ലിക്ക് ചെയ്യുക, ജേസൺ ഫയലാണെന്നുണ്ടെങ്കിൽ ജേസൺ ഫയൽ ക്ലിക്ക് ചെയ്യുക. സോ നമുക്കിവിടെ എക്സൽ ഫയലാണ് ലോഡ് ചെയ്യേണ്ടത്. സോ അതിനുവേണ്ടി ഞാൻ എക്സലിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് ഡേറ്റയാണോ ലോഡ് ചെയ്യേണ്ടത് ആ ഡേറ്റ ക്ലിക്ക് ചെയ്യുക. എനിക്കിവിടെ ഡൊണറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ എക്സൽ ഡേറ്റയാണ് ലോഡ് ചെയ്യേണ്ടത്. ഞാനവിടെ ക്ലിക്ക് ചെയ്തു ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ ടാബ്ലു ഡെസ്ക്ടോപ്പിലേക്ക് ലോഡായി. സോ കണ്ടില്ലേ, ഡിഫറെൻറ്റ് റീജിയൻസും ആ റീജിയനിൽ എല്ലാത്തിനൊക്കെ സെയിൽ ഉണ്ടെന്നും ഇവിടെ ലോഡായി. നമുക്കിതെങ്ങനെ വിഷ്വലൈസേഷൻ ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി ഈ ഷീറ്റിൽ ഞാൻ ക്ലിക്ക് ചെയ്യണം. ഷീറ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എനിക്ക് ഇങ്ങനെ ഒരു വിൻഡോ കിട്ടി. നിങ്ങൾക്കിവിടെ ഈ ഷോമി എടുത്തു കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും ടാബ്ലൂൻ്റെ ഒരു 24 ടൈപ്പ് ഓഫ് ചാർട്ട്സ് ഇവിടെ ഉണ്ട്. ഇതിലൊന്നിലും ഡൊണറ്റ് ചാർട്ട് അവൈലബിൾ അല്ല. സോ അതുകൊണ്ട് തന്നെയാണ് ഈ ഡൊണറ്റ് ചാർട്ട് അഡ്വാൻസ് വിഷ്വലൈസേഷനായിട്ട് ഇതിൽ ടാബ്ലൂവിൽ കാണുന്നത്. നമുക്കിതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഞാൻ ഈ റീജിയനും സെയിൽസും വെച്ചിട്ടാണ് ഡൊണറ്റ് ചാർട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ റീജിയനും സെയിൽസും സെലക്ട് ചെയ്യണം. സോ ഞാൻ ഈ റീജിയനിൽ ക്ലിക്ക് ചെയ്യാണ്. എന്നിട്ട് കീബോർഡിൽ കൺട്രോൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെയിൽസ് ക്ലിക്ക് ചെയ്യാണ്. എന്നാൽ മാത്രമേ എനിക്ക് ഇത് രണ്ടും സെലക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതല്ല, ഞാൻ ജസ്റ്റ് ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക, പിന്നെ കൺട്രോൾ കീ അമർത്താതെ ഈ സെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒന്നേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് രണ്ടും സെലക്ട് ചെയ്യണം. സോ അതിന് വേണ്ടി ഞാൻ ഈ റീജിയൻ ഫസ്റ്റ് സെലക്ട് ചെയ്തു. എന്നിട്ട് കീബോർഡിൽ കൺട്രോൾ കീ പ്രസ് ചെയ്തതിന് ശേഷം ഈ സെയിൽസും സെലക്ട് ചെയ്തു. എന്നിട്ട് ഈ ഷോമിയിൽ പോയിട്ട് ഞാൻ പൈ ചാർട്ട് സെലക്ട് ചെയ്യാണ്. ഞാൻ എന്തുകൊണ്ടാണ് പൈ ചാർട്ട് സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡൊണറ്റ് ചാർട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ബേസിക് ചാർട്ട് ആവശ്യമാണ്. ആ ഡൊണറ്റ് ചാർട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ബേസിക് ചാർട്ടാണ് ഈ പൈ ചാർട്ട്. ഞാനിവിടെ ഈ സ്റ്റാൻഡേർഡ് വ്യൂ മാറ്റിയിട്ട് ഇവിടെ എൻ്റെ വ്യൂ കൊടുക്കുകയാണ്. ഈ ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എൻ്റെ വ്യൂ കൊടുക്കുകയാണ്. സോ നമുക്ക് ഇങ്ങനെ ഒരു വ്യൂ കിട്ടി. എന്നിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് ഞാനിപ്പോൾ ഈ റെഡ് കളറിലേക്ക് മൗസ് പോയിൻ്റർ പോയിൻ്റ് ചെയ്തപ്പോൾ തന്നെ ഇത് റീജിയൻ നോർത്ത് ആണ്. സെയിൽസ് 25,000 ഉണ്ട്. ഈ ഓറഞ്ച് കളറിലേക്ക് ഞാൻ മൗസ് പോയിൻ്റർ കൊടുത്തപ്പോൾ തന്നെ റീജിയൻ ഈസ്റ്റ് ആണ്. സെയിൽസ് 22,000 ഉണ്ട്. ഞാൻ ഇങ്ങനെ മൗസ് പോയിൻ്റർ ഇവിടെ കൊണ്ടുപോകുമ്പോൾ മാത്രമേ എനിക്ക് ആ റീജിയൻ ഏതാണെന്നും സെയിൽസ് ഏതാണെന്നും കാണുന്നുള്ളൂ. ഇതല്ലാതെ തന്നെ എനിക്ക് ഓരോ കളറിൻ്റെ നേരും ഇത് ഏതാണ് റീജിയൻ, അതിലെ സെയിൽസ് എത്രയാണെന്ന് എനിക്കിവിടെ വ്യൂ ചെയ്യാനായിട്ട് പറ്റണം. അതിനുവേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റീജിയൻ, ഈ ലെഫ്റ്റ് സൈഡിലെ റീജിയൻ ഞാൻ ഡ്രാഗ് ചെയ്ത് ഈ ലാബിലേക്ക് ഡ്രോപ്പ് ചെയ്യാണ്. കണ്ടില്ലേ? സോ ഓരോ കളറിൻ്റെ നേരും ഇത് ഏത് റീജിയൻ ആണെന്ന് നമുക്കിവിടെ സിമ്പിളായിട്ട് കാണാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ സെയിൽസും ഇവിടെ കാണിക്കണം. അതിനുവേണ്ടി ഈ സെയിൽസ് ഡ്രാഗ് ചെയ്ത് ഈ ലാബിലേക്ക് ഡ്രോപ്പ് ചെയ്യാണ്. കണ്ടില്ലേ? സോ നമ്മൾ പൈ ചാർട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഡൊണറ്റ് ചാർട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് നോക്കാം. അതിനുവേണ്ടി എനിക്ക് ഈ പൈ ചാർട്ടിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഈ പൈ ചാർട്ടിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ റോ ഷെൽഫിൽ ഞാൻ മൗസ് പോയിൻ്റ് കൊടുത്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം 0 ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുക്കുകയാണ്. ഇങ്ങനൊരു വ്യൂ കിട്ടും. ഈ സെയിം പ്രോസസ്സ് ഒന്നുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാണ്. ഈ റോ ഷെൽഫിൽ മൗസ് പോയിൻ്റ് കൊണ്ടുവന്നതിന് ശേഷം ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് 0 ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചു. കണ്ടില്ലേ? എനിക്കിതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ ജനറേറ്റ് ആയി. ഈ പ്രോസസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഈ മാർക്സിൻ്റെ അടിയിൽ ഈ 2 സം ഓഫ് 0 വന്നിട്ടുണ്ടായിരിക്കും. ഈ ഫസ്റ്റത്തെ സം ഓഫ് 0 റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ ഒരു വിഷ്വലൈസേഷനെയും ഈ സെക്കൻഡ് സം ഓഫ് 0 റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ ഒരു വിഷ്വലൈസേഷനെയും ഞാൻ ഈ സെക്കൻഡ് വിഷ്വലൈസേഷനിലെ എല്ലാ ഡീറ്റെയിൽസും റിമൂവ് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ഞാൻ ഈ സെക്കൻഡ് സം ഓഫ് 0 ക്ലിക്ക് ചെയ്തിട്ട് കണ്ടില്ലേ, ഈ ഓരോ പില്ലും ഈ റീജിയൻ, സം ഓഫ് സെയിൽസ് റീജിയൻ, സം ഓഫ് സെയിൽസ് ഇതെല്ലാം ഞാൻ റിമൂവ് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ഞാൻ ഈ പില്ലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റിമൂവ് ക്ലിക്ക് ചെയ്യാണ്. സോ ഓരോ പില്ലിലും റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റിമൂവ് ക്ലിക്ക് ചെയ്യുക. സോ കണ്ടില്ലേ, ഇവിടെ നിങ്ങൾക്ക് ചേഞ്ച് ആവുന്നത് കാണാനായിട്ട് പറ്റും.
സി എല്ലാം റിമൂവ് ചെയ്തു. എന്നിട്ട് എനിക്ക് ഈ ഫസ്റ്റത്തെ വിഷ്വലൈസേഷൻ എനിക്ക് ഇതിൻ്റെ സൈസ് കുറച്ച് കൂട്ടണം. അതിനുവേണ്ടി ഞാൻ ഈ ഫസ്റ്റത്തെ വിഷ്വലൈസേഷൻ ഈ സം ഓഫ് സീറോയിൽ പോയി ഇതിൻ്റെ സൈസ് എടുത്ത് ഞാൻ ഇതിൻ്റെ സൈസ് കുറച്ച് കൂട്ടുകയാണ്. കണ്ടില്ലേ, ഇതിൻ്റെ സൈസ് കുറച്ച് കൂട്ടി. എനിക്ക് ഈ രണ്ടാമത്തെ വിഷ്വലൈസേഷൻ്റെ ഇതിൻ്റെ സൈസ് കുറച്ച് കൂട്ടണം. അതിനുവേണ്ടി ഞാൻ രണ്ടാമത്തെ ഈ സെക്കൻഡ് സം ഓഫ് സീറോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ സൈസ് ഞാൻ കുറച്ച് കൂട്ടുകയാണ്. കണ്ടില്ലേ, ഇതിൻ്റെ സൈസ് കൂട്ടി. ഇനി ഡൊണറ്റ് ചാർട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ സെക്കൻഡ് വിഷ്വലൈസേഷനെ ഇതിൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി ടാബ്ലൂലുള്ളൊരു ഫീച്ചറാണ് ഡ്വൽ ആക്സിസ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഈ പില്ലിൽ, ഈ റോ ഷെൽഫിൽ ഈ സെക്കൻഡ് പില്ലിൽ ഈ ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഡ്വൽ ആക്സിസ് ക്ലിക്ക് ചെയ്യുക. കണ്ടില്ലേ, ആ രണ്ട് വിഷ്വലൈസേഷനും കമ്പൈനായി. ഇനി ഈ കളർ മാറ്റിയിട്ട് നമുക്ക് വൈറ്റ് കളർ കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ വിഷ്വലൈസേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഈ സം ഓഫ് സീറോ ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ കളർ മാറ്റാൻ വേണ്ടി ഈ കളറിൽ ക്ലിക്ക് ചെയ്തിട്ട് വൈറ്റ് കൊടുക്കുക. ഇനി നമുക്ക് ഈ എല്ലാ റീജിയൻ്റെയും ടോട്ടൽ സെയിൽസ് ഈ സെൻറ്ററിൽ എങ്ങനെയാണ് വരിക നോക്കാം. ഈ സെൻറ്ററിൽ നമുക്ക് ഈ എല്ലാ റീജിയൻ്റെയും ടോട്ടൽ സെയിൽസ് ഇവിടെ വ്യൂ ചെയ്യാനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെയിൽസിനെ ഈ സെക്കൻഡ് സം ഓഫ് സീറോയിലേക്ക് ഈ ലാബിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യണം. സോ ഈ സെയിൽസിനെ ഡ്രാഗ് ചെയ്ത് ഈ സെക്കൻഡ് സം ഓഫ് സീറോയിലെ ലാബിൽ ഞാൻ കൊടുന്ന് ഡ്രോപ്പ് ചെയ്യാണ്. ഇനി നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. കസ്റ്റമൈസ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതിൻ്റെ മുകളിൽ നമുക്ക് ടോട്ടൽ എന്ന് കൊടുക്കാം. ഇത് എല്ലാത്തിൻ്റെയും ടോട്ടൽ സെയിലാണല്ലോ ഈ പറയുന്ന സംഖ്യ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ മുകളിൽ നമുക്ക് ടോട്ടൽ എന്ന് കൊടുക്കാം. സോ അത് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലാബിൽ ഞാൻ ജസ്റ്റ് മൗസിൽ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ ഇങ്ങനൊരു വിൻഡോ വന്നു. ഈ ടെക്സ്റ്റിൽ ഈ 3 ബട്ടണിൽ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ടോട്ടലിന് ഞാനിവിടെ ടൈപ്പ് ചെയ്യാണ്. ടോട്ടലിന് ടൈപ്പ് ചെയ്തു, എൻ്റർ അമർത്തി. സോ ഈ ടോട്ടൽ മുകളിലും വരും, ആ ഒരു എമൗണ്ട് ഇവിടെ താഴെയും വരും. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സൈസ് മാറ്റാം. എന്നിട്ട് ഞാൻ ഈ ടോട്ടലിനെ സെലക്ട് ചെയ്ത് ബോൾഡാക്കി സൈസ് ഞാനൊരു 12 കൊടുക്കുകയാണ്. ഇതിൻ്റെ കളർ ഞാനൊരു റെഡ് കളർ കൊടുക്കുകയാണ്. എന്നിട്ട് അപ്ലൈ കൊടുത്തു, ഓക്കെ കൊടുത്തു. കണ്ടില്ലേ, ടോട്ടൽ കിട്ടി. ഇത്രയേ ഉള്ളൂ. ഡൊണറ്റ് ചാർട്ട് ക്രിയേറ്റ് ആയി. ടാബ്ലൂയിൽ ഇത്രയും സിമ്പിളാണ് ഒരു ഡൊണറ്റ് ചാർട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. നമുക്കിത് കുറച്ച് ഭംഗിയാക്കാനായിട്ട് ഈ ആക്സിസ് എല്ലാം നമുക്ക് റിമൂവ് ചെയ്യാം. അതിന് വേണ്ടി ഞാൻ മൗസിൽ ഇവിടെ കൊണ്ടുവന്ന് മൗസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഷോ ഹെഡർ ക്ലിക്ക് ചെയ്യാണ്. സോ ഈ ആക്സിസ് റിമൂവ് ആയി. സെയിം പ്രോസസ്സ് തന്നെ ഇവിടെയും ചെയ്യുക. മൗസ് കൊണ്ടുവന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഷോ ഹെഡർ ക്ലിക്ക് ചെയ്തു, അതും റിമൂവ് ആയി. ഇനി ഈ ഡോട്ടഡ് ലൈൻസ് ഉണ്ടല്ലോ, ഇതും നമുക്ക് റിമൂവ് ആകാം. ഇത് റിമൂവ് ചെയ്യാനായിട്ട് ഈ ഒരു ഷീറ്റിൽ എവിടെയെങ്കിലും മൗസ് പോയിൻ്റർ കൊണ്ടുവന്നതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഈ ഫോമാറ്റിൽ ക്ലിക്ക് ചെയ്യാം. ഈ ഫോമാറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഈ ഫോമാറ്റ് ഫോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ കുറേ ഓപ്ഷൻസ് കാണിക്കും. എന്നിട്ട് ഈ ലൈൻസിലേക്ക് പോവുക. ഈ ലൈൻസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ 0 ലൈൻസ് എന്ന് കണ്ടോ, ഇതിൽ ഡ്രോപ്പ് ഡൗണിൽ വന്നിട്ട് നൺ കൊടുക്കുക. കണ്ടില്ലേ, അതും റിമൂവ് ആയി. സോ ഇത്രയും സിമ്പിളാണ് ടാബ്ലൂവിൽ ഒരു അഡ്വാൻസ് വിഷ്വലൈസേഷൻ ചെയ്യാനായിട്ട്. ഞാൻ ഡാറ്റാ സെറ്റ് ഈ വീഡിയോയുടെ അടിയിൽ കൊടുക്കാം, നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.